ഇപ്പൊ നിങ്ങള് ഇതിൽ കയറിയിട്ട് റിയാക്ട് റിഡക്സ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്തേനെ. റിഡക്സ് ടൂൾ കിറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ റിഡക്സ് ടൂൾ കിറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് വരും സൈറ്റ്. ഇപ്പൊ ഈ സൈറ്റില് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ക്വിക്ക് സ്റ്റാർട്ട്. ഓക്കെ. ഇപ്പൊ ക്വിക്ക് സ്റ്റാർട്ടിൽ നമുക്ക് അവർ പറയുന്നുണ്ട് ഏതാണ് ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. റിഡക്സ് ടൂൾ കിറ്റ്, റിയാക്ട് റിഡക്സ്, ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ നിങ്ങൾ കയറുമ്പോൾ ചിലപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിലായിരിക്കും ഇങ്ങനെ ആക്റ്റീവ് ആയി കിടക്കുന്നത്. അപ്പൊ അത് നേരെ ജാവാ സ്ക്രിപ്റ്റിലേക്ക് മാറ്റണം. ഓക്കെ. അപ്പൊ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഇവരുടെ ഇതിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണോ, ഈ ഒരു ബട്ടൺ നിൽക്കുമ്പോൾ ഇൻക്രിമെന്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. പക്ഷെ ഇവിടെ ഞാൻ ഒരു കോഡും ഇൻക്രിമെന്റ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ഡിസ്പാച്ച് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഇൻക്രിമെന്റ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ ചേഞ്ച് നമുക്ക് യൂസ് സെലക്ടർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക്, വേരിയബിൾ നെയിമാണ് വാല്യൂ എന്ന് പറയുന്നത്, ആ വേരിയബിളിലേക്ക് എഫക്റ്റ് ആവും. ആ വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിലിപ്പം ഇപ്പം ഇതില് ഓക്കെ, നമുക്കിവിടെ ഒരു ആപ്പ് ഡോട്ട് ജെയ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇതുണ്ടെന്ന് വിചാരിക്കാം. ആപ്പ് ഡോട്ട് ജെയ്സ്. ഓക്കെ, SRCയിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ആപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ. ഈ ആപ്പിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോർ ഡോട്ട് JS എന്ന് പറയുന്നത്. ഓക്കെ, JS. അതേപോലെ തന്നെ നമ്മളുടെ റിയാക്റ്റിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഈ റിഡക്സ് ടൂൾ കിറ്റും റിയാക്ട് റിഡക്സും ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യും. ഇനി അവർ പറയുന്ന ഇതാണ്, നമ്മൾ ആദ്യം ഒരു സ്റ്റോർ ഫയൽ ഉണ്ടാക്കണം എന്നാണ് അവർ പറയുന്നത്. കണ്ടോ, സ്റ്റോർ ഡോട്ട് JS. അതിൽ കോൺഫിഗർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം, അതായത് ഒരു ഫയലാണ്, അത് ലൈബ്രറിയാണ്, അതാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നേരത്തെയൊക്കെ ഇത് സ്ക്രാപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് സ്റ്റോറിങ്ങിൻ്റെയും കോൺഫിഗറിങ്. ഇപ്പം അത് മാറിയിട്ട് രണ്ട് ഫയലായിട്ട് നമുക്ക് മാറിയിട്ടുള്ളൂ. ഒന്ന് സ്റ്റോറും പിന്നെ കൗണ്ടർ സ്ലൈസ് എന്ന് പറയുന്ന ഒരു ഫയലും, അങ്ങനെ രണ്ട് ഫയലായിട്ട് ചുരുങ്ങി. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഡീപ്പായിട്ട് പോകണ്ട. ടൂൾ കിറ്റ്സ് ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ എന്താണ് നമുക്ക് ഇമ്പോർട്ട് കോൺഫിഗർ സ്റ്റോർ എന്ന് പറയുക, അതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒബ്ജക്ട്സ്, ദാറ്റ് മീൻസ് ഒരു റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് കോൺഫിഗർ സ്റ്റോർ എന്ന് പറയുന്നത്. കോൺഫിഗർ സ്റ്റോർ റിഡക്സ് ടൂൾ കിറ്റിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, എക്സ്പോർട്ട് കോൺസ്റ്റന്റ് സ്റ്റോർ ഈക്വൽ ടു നമ്മൾ വിളിച്ച കോൺഫിഗർ എന്ന് പറയുന്ന ക്ലാസ് കോൾ ചെയ്യുക, മെത്തേഡ്, അതിൻ്റെ ഉള്ളിൽ ഒരു കേർലി ബ്രാക്കറ്റ്, ദെൻ റെഡ്യൂസർ. ഓക്കെ, ബ്ലാങ്ക് ചെയ്തിട്ടാൽ മതി. പിന്നീട് നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്ലൈസർ, ഈ സ്റ്റോറിനെ എൻ്റെ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യണം എന്നാ പറയുന്നത്. അതായത് പ്രൊവൈഡ് ദ റിഡക്സ് സ്റ്റോർ ടു റിയാക്ട്, റിയാക്റ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയും.
ഈ റിഡക്സ് എന്നുള്ള പേര് തന്നെ വന്നത് ഡക്ക് എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. കാരണം ഡക്ക് എന്ന് പറയുന്നത് ബാക്ക് 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 എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതും ആ ആ ഒരു പേരിൽ നിന്നാണ് ഇത് എന്താ പറയുക റിഡക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു സർക്കിൾ പോലെയാണ്. അതായത് സ്റ്റോറിന് റിയാക്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്ന കൗണ്ടർ സ്ലൈസിലേക്ക് പോകുന്നു, കൗണ്ടർ സ്ലൈസിൽ നിന്ന് പിന്നെ സ്റ്റോറിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു സർക്കുലേഷൻ ആണ് വരുന്നത്. സ്റ്റോർ ടു റിയാക്ട്, റിയാക്ട് ടു കൗണ്ടർ സ്ലൈസ്, കൗണ്ടർ സ്ലൈസ് സ്റ്റോർ. ഇതാണ് സംഭവം. അപ്പൊ ഞാനിത് കണക്ട് ചെയ്യുന്നതാണ് എവിടെയാണ്? സ്റ്റോറിന് റിയാക്റ്റുമായിട്ട്. അപ്പൊ അതിന് നമ്മളുടെ മെയിൻ ഡോട്ട് ജെ എസിൽ സ്റ്റോറിനെ വിളിക്കുക, പിന്നെ റിയാക്ട് റിഡക്സിൽ നിന്ന് പ്രൊവൈഡറിനെ വിളിക്കുക, എന്നിട്ട് അതിന് നമ്മളുടെ മെയിൻ ആപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഞാൻ മെയിൻ ഡോട്ട് ജെ എസിൽ വന്നിട്ട് ഇവിടെ എനിക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യണം? ഇമ്പോർട്ട് സ്റ്റോർ. സ്റ്റോർ ഓക്കെ, സ്റ്റോർ ഞാൻ വിളിച്ചു. എവിടെ നിന്നാണ്? ആപ്പ് ഡോട്ട് സ്റ്റോർ ഡോട്ട് ജെഎസ്. ദെൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് പ്രൊവൈഡർ ആണ്. സോ ഇമ്പോർട്ട് പ്രൊവൈഡർ ഫ്രം റിയാക്ട് റിഡക്സ്. ഇനി ഈ ആപ്പ് കമ്പോണന്റ് തന്നെ എനിക്ക് പ്രൊവൈഡർ പ്രൊവൈഡറിൽ ആപ്പ് റാപ്പ് ചെയ്ത് വെക്കല്ലേ? ചെയ്ത് വെച്ചാൽ സ്റ്റോർ ഈക്വൽ ടു സ്റ്റോർ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ആട്രിബ്യൂ ആണ്. ഇത് അതിപടിയുള്ള പേരാണ്. മറ്റേത് നമ്മൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന പേരാണ്. ഓക്കെ, സ്റ്റോർ ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ആപ്പ് കമ്പോണന്റിന് പ്രൊവൈഡറുമായിട്ട് റാപ്പ് ചെയ്തു. അപ്പൊ എനിക്കിത് കണക്ട് ആയി, സ്റ്റോറും എന്റെ റിയാക്റ്റും കണക്ട് ആയി. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇതിനെ കൗണ്ടർ ക്രിയേറ്റ് സ്ലൈസർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വിളിക്കുന്നത് കൗണ്ടർ സ്ലൈസ് എന്ന് പറഞ്ഞ ഫയലിന്റെ ഉള്ളിലാണ്. ഉണ്ടോ കൗണ്ടർ സ്ലൈസ്, പേര് എന്തെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കൗണ്ടർ സ്ലൈസ് ആണ്. അതില് ക്രിയേറ്റ് സ്ലൈസ് എന്നുള്ളത് നമ്മൾ റിയാക്ട് ടൂൾ കിറ്റിൽ നിന്ന് വിളിക്കും. പിന്നെ നമ്മളുടെ വേരിയബിൾസ് അതിനെ നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്നുള്ള പ്രോസസ്സിലാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു കൗണ്ടർ സ്ലൈസിനെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതൊരു ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പാരാമീറ്റർ ആയിട്ട് അയക്കും. ആ ഒബ്ജക്റ്റിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ് നെയിം, ദെൻ ഇനിഷ്യൽ സ്റ്റേറ്റ്, പിന്നെ റെഡ്യൂസർ. റെഡ്യൂസറിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ കോഡ് എഴുതുന്നത്. മനസ്സിലായത്? നമ്മുടെ ഫംഗ്ഷൻ അത് എന്താ ആക്ഷനാണ് നടക്കേണ്ടത്? ആക്ഷന്റെ പേര് ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ഇൻക്രിമെന്റ് ബൈ എമൗണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലാതെ നമുക്ക് വേണ്ടത് അത് ഇവിടെ എഴുതി വെക്കാം. അവസാനം ഈ പറയുന്ന ആക്ഷൻസിനെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. അതേപോലെ റെഡ്യൂസറിനെയും നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, അതാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് അവര് ഈ ഒരു ലൈബ്രറി വന്ന ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 4 ഫോൾഡേഴ്സും കാര്യങ്ങളും അതേപോലെ ഫയൽസും അങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് ഉണ്ടായിരുന്നു. സോ ഇവിടെ ഞാനിപ്പം നിങ്ങൾക്ക് ഫോൾഡർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഫയലിൽ എന്ത് ചെയ്താൽ മതി, കൗണ്ടർ സ്ലൈസ് എന്ന് പറഞ്ഞു കൊടുക്കാം, ഡോട്ട് JS എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ സ്ലൈസ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യണം. ക്രിയേറ്റ് സ്ലൈസ് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഡക്സ് ടൂൾ കിറ്റിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ്. സോ കോൺസ്റ്റന്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു ഈക്വൽ ടു, അപ്പോൾ ഞാനിതിനെ കൗണ്ടർ എന്ന് പറഞ്ഞു കൊടുക്കാം. കൗണ്ടർ ആണ് നമുക്കിപ്പോൾ ഇതിൽ ഓക്കെ എന്തെങ്കിലും ലൈക്ക് സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, സ്റ്റോക്കിന്റെ ഇനിഷ്യൽ വാല്യൂ 0 എന്ന് പറഞ്ഞു കൊടുത്തു. വാല്യൂ കൊടുക്കാൻ നമുക്ക് ഏത് വേരിയബിൾ നെയിം വേണമെങ്കിലും കൊടുക്കാം അല്ലേ? ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ദെൻ കോൺസ്റ്റന്റ് കൗണ്ടർ സ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. അതിൽ ക്രിയേറ്റ് സ്ലൈസ്
അതില് നെയിം എന്ന് പറയുന്ന ഇത് ആ പേര് മാത്രം മാറ്റരുത്. നെയിം എന്നുള്ളത് അതൊരു ഫീൽഡ് നെയിം പോലെയാണ്. അപ്പൊ അത് ആ അങ്ങനെ തന്നെ വെക്കുക. Then അതിനൊരു ഞാൻ പേര് കൊടുത്തു, കൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു പേര്. ദെൻ ഇനിഷ്യൽ സ്റ്റേറ്റ് കൊടുത്തു. ദെൻ റെഡ്യൂസർ, അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഉം. റെഡ്യൂസറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി സ്റ്റോക്ക് ഇൻക്രിമെന്റ്, സ്റ്റോക്ക് ഇൻക്രിമെന്റ് കൊടുത്തു. പിന്നെ ഒരു ആരോ ഫംഗ്ഷൻ ആണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആ ആരോ ഫംഗ്ഷൻ. അപ്പൊ ഈ ആരോ ഫംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഇനിഷ്യൽ സ്റ്റേറ്റിലെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളിവിടെ ഒരു പാരാമീറ്റർ പറയും, അതിന്റെ പേരാണ് സ്റ്റേറ്റ് എന്നുള്ളത്. സ്റ്റേറ്റ്. അപ്പോൾ ഈ ക്രിയേറ്റ് സ്ലൈസിന്റെ ഉള്ളിൽ കോഡിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ സ്റ്റോറുമായിട്ട് കണക്ട് ചെയ്യും നമ്മൾ പിന്നീട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു എന്താണ് സ്റ്റോക്കിനെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം സ്റ്റോറിൽ സ്റ്റോക്ക് വരണം, എന്നാലേ ആ ഗ്ലോബലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇൻക്രിമെന്റിൽ വരുന്ന മാറ്റം സ്റ്റോക്ക് എന്നുള്ള വേരിയബിളിൽ എഫക്ട് ചെയ്യണം, അതേപോലെ സ്റ്റോറിൽ അത് അപ്ഡേറ്റ് ആകാൻ വേണം. അപ്പൊ ആ പ്രോസസ്സിംഗ് ഒക്കെ എല്ലാം ഈ ക്രിയേറ്റ് സ്ലൈസ് ചെയ്തോളൂ, നമ്മൾ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആരോ ഫംഗ്ഷനിൽ സ്റ്റേറ്റ് എന്ന് കൊടുത്ത ശേഷം സ്റ്റേറ്റ് ബേസിൽ നമുക്ക് വിളിച്ചാൽ മതി. ഇപ്പൊ സ്റ്റേറ്റ് ഡോട്ട് സ്റ്റോക്ക് ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു 1. ഒന്ന് ഇങ്ങനെ കൊടുക്കാം, ഇത് പ്ലസ് എങ്ങനെയായാലും മതി. അപ്പൊ അത് നമുക്കിവിടെ ഇൻക്രിമെന്റ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ആക്ഷനാണ് കൊടുക്കുന്നത്. ആ ഇനി നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി, ഇതിനെ എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, ആക്ഷൻസിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. സോ എക്സ്പോർട്ട്, സി വൺ മോർ തിങ്, ഞാനിവിടെ കൗണ്ടർ സ്ലൈസിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. എക്സ്പോർട്ട് കൗണ്ടർ സ്ലൈസ് എക്സ്പോർട്ട് ചെയ്തു. ഉം. അതിന്റെ താഴെയായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ എക്സ്പോർട്ട് കോൺസ്റ്റന്റ് സ്റ്റോക്ക് എൻ്റെ ആക്ഷൻ ഞാൻ എക്സ്പോർട്ട് ചെയ്തു. കൗണ്ടർ സ്ലൈസ് ഡോട്ട് ആക്ഷൻസ് എന്ന് കൊടുക്കാം. ആ റെഡ്യൂസർ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ മതി. എക്സ്പോർട്ട് ഡിഫോൾട്ട് കൗണ്ടർ. ഈ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, സ്റ്റോർ എന്ന് പറയുന്ന ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഉം. ഓക്കെ, അതായത് സ്റ്റോറുമായിട്ട് ഇപ്പൊ ഈ കൗണ്ടർ സ്ലൈസിന് യാതൊരു ബന്ധവുമില്ല, ആ പക്ഷെ സ്റ്റോറിന് റിയാക്റ്റുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ആ ഇവിടെ എക്സ്പോർട്ട് ഡിഫോൾട്ടില് കൗണ്ടർ സ്ലൈസ് പറഞ്ഞിട്ടുണ്ട്. സോ ആ എനിക്ക് ഇനി എന്ത് ചെയ്താൽ മതി, സ്റ്റോറിൽ ഈ കൗണ്ടർ സ്ലൈസിന് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ട് കൗണ്ടർ, യെസ്, കൗണ്ടർ സ്ലൈസിന് ഇമ്പോർട്ട് ചെയ്തിട്ട് റെഡ്യൂസറിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണിക്കും മോഡിഫിക്കേഷൻ. കൗണ്ടർ സ്ലൈസിന് കൗണ്ടർ സ്ലൈസിൽ നിന്ന് കൗണ്ടർ റെഡ്യൂസർ എന്നോ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഇതുണ്ടോ കൗണ്ടർ എന്നുള്ള ഒരു കീവേഡ് ഉണ്ട്, അത് നെയിം മറ്റേ നേരത്തെ നമ്മൾ കൊടുത്ത നെയിം അല്ലേ, സ്റ്റോറിന്റെ അവിടെ. സ്റ്റോറിൽ നമ്മൾ ജസ്റ്റ് ബ്ലാങ്ക് അല്ല കൊടുത്ത. അപ്പൊ അവിടെ ഇപ്പൊ ഇവിടെ ബ്ലാങ്ക് ആണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കാം, കൗണ്ടർ എന്ന് പറയുന്ന ഒരു കീവേഡ്, അതില് കൗണ്ടർ സ്ലൈസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്, ഞാനിവിടെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തു. കൗണ്ടർ റെഡ്യൂസർ ഫ്രം ഡോട്ട് സ്ലാഷ് എൻ്റെ ഫയലിൻ്റെ പേര് കൗണ്ടർ സ്ലൈസ് ഡോട്ട് JS. ഓക്കെ, ഇവിടെ ഞാൻ അതിന് കൗണ്ടറിൻ്റെ പേരെന്താണ്, കൗണ്ടർ റെഡ്യൂസർ. ഓക്കെ, ഇപ്പോൾ ഇത് സർക്കിളിൽ കണക്ട് ആയി. സ്റ്റോർ റിയാക്ട് ആയിട്ട് കണക്ട് ചെയ്തു, കൗണ്ടർ സ്ലൈസ് സ്റ്റോർ ആയിട്ട് കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട, അതായത് ഗ്ലോബലി യൂസ് ചെയ്യേണ്ട ആക്ഷന്റെ പേര് സ്റ്റോക്ക് ഇൻക്രിമെന്റ് എന്നുള്ളതും ഗ്ലോബലി നമുക്ക് യൂസ് ചെയ്യേണ്ട സ്റ്റോക്കിന്റെ വേരിയബിൾ അത് നമുക്ക് കിട്ടും. ഓക്കെ,
ഇനി ഞാൻ ആപ്പ് ഡോട്ട് ജെ എസിൽ ചെല്ലുക. ആപ്പ് ഡോട്ട് ജെ എസിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് വിളിക്കേണ്ടത്: യൂസർ സെലക്ടർ, യൂസ് സെലക്ട്. ഡിസ്പാച്ച്, പിന്നെ എൻ്റെ ആക്ഷൻ. ആ ഓക്കെ, മൂന്ന് കാര്യങ്ങൾ. സോ ഞാനിവിടെ ഇങ്ങനെ കൊടുക്കാം: ഇമ്പോർട്ട് യൂസ് സെലക്ടർ, യൂസ് ഡിസ്പാച്ച്. ഡിസ്പാച്ച് കൊടുത്തു. ഇനി ഇമ്പോർട്ട് സ്റ്റോക്ക് ഇൻക്രിമെന്റ്. ഉം. സ്റ്റോക്ക് ഇൻക്രിമെന്റും ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബട്ടൺ ഓൺ ക്ലിക്ക്. ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ ഒരു ആരോ ഫങ്ഷൻ, ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസ്പാച്ചിനെ വിളിക്കാം. ഓക്കെ ഡിസ്പാച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. സോ കോൺസ്റ്റന്റ് ഡിസ്പാച്ച് ഈക്വൽ ടു യൂസ് യൂസ് ഡിസ്പാച്ച്. ഡിസ്പാച്ച്. അതേപോലെ നമ്മുടെ സ്റ്റോക്ക് കാണാൻ വേണ്ടി ഒരു സ്റ്റോക്ക് ഈക്വൽ ടു യൂസ് സെലക്ടർ. അതിൻ്റെ ഉള്ളിൽ ആരോ ഫങ്ഷൻ ആണ്, പക്ഷെ അതിൽ നമ്മൾ എന്ത് കൊടുക്കരുത്? കേളി ബ്രാക്കറ്റ് കൊടുക്കരുത്, കിട്ടൂല നമുക്ക്. ആ ഓക്കെ, സോ ഇവിടെ നോർമലി നമ്മൾ വിളിക്കുന്ന സ്റ്റേറ്റ്, ദെൻ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടർ ഡോട്ട് സ്റ്റോക്ക്. ഓക്കെ, ഈ കൗണ്ടർ എന്നുള്ളത് നമ്മുടെ എവിടെ ഇരിക്കുന്ന സ്റ്റോറിൽ വരുന്ന സ്റ്റോറിലിരിക്കണേ. കണ്ടോ? ആ അപ്പൊ ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. കൗണ്ടറിൽ നിന്ന് എൻ്റെ കൗണ്ടർ സ്ലൈസിലേക്ക് അല്ലെങ്കിൽ കൗണ്ടർ റെഡ്യൂസറിൽ ചെല്ലുന്നു. റെഡ്യൂസറിൽ ഉം. നമ്മളുടെ കണ്ടന്റ് എന്തുണ്ട്? ഈ സ്റ്റോക്ക് എന്നുള്ള വേരിയബിൾ ആ ഫയലിലുണ്ട്, ഈ കൗണ്ടർ സ്ലൈസിലുണ്ട്. സ്റ്റോക്ക് അങ്ങനെയാണ് കണക്ട് ആകിയത്. അപ്പോൾ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടർ എന്ന് വിളിക്കുമ്പോൾ സ്റ്റോറിയിൽ നിന്ന് റിയാക്ട് സ്റ്റോറായിട്ട് കണക്ട് ആയതുകൊണ്ട് സ്റ്റോറിയിൽ കൗണ്ടറിലേക്ക് ചെന്ന് കൗണ്ടറിൽ നിന്ന് കൗണ്ടർ സ്ലൈസിലേക്ക് പോകും. ഞാനിവിടെ ഡിസ്പാച്ച് എന്ന് പറയുന്നത്, അത് ഓൺ ക്ലിക്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഡിസ്പാച്ച് സ്റ്റോക്ക് ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ആക്ഷനിലേക്കാണ് അത് പോകുന്നത്. ആക്ഷൻ കോൾ ചെയ്യും. ആക്ഷന്റെ ജോലി എന്താ? ഈ സ്റ്റോക്കിന് ഇൻക്രിമെന്റ് ചെയ്യും. ആ ഇൻക്രിമെന്റ് ചെയ്തത് സ്റ്റോറിൽ അപ്ഡേറ്റഡ് ആവും. ആ അപ്ഡേറ്റ് ആയത് എനിക്ക് ഇവിടെ കിട്ടും. മനസ്സിലായി? സ്റ്റോക്കില് ആ ഇങ്ങനെ കറങ്ങി വരും. അതായത് സ്റ്റോക്ക് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ കൗണ്ടർ സ്ലൈസിൽ പോയി സ്റ്റോക്ക് ഇൻക്രിമെന്റ് ആവും. ഈ സ്റ്റോക്ക് സ്റ്റോറിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ വിളിക്കുന്ന സ്റ്റോക്ക് എടുക്കുന്നത് സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, വേറെ ഡൗട്ട്. നമ്മള് കൗണ്ടർ സ്ലൈസിനകത്ത് കൗണ്ടർ സ്ലൈസ് എന്നുള്ള ഫംഗ്ഷൻ അല്ലേ വിളിച്ചേക്കുന്നത്? അത് മാത്രമല്ല താഴെ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് അതാ. നമ്മളപ്പം സ്റ്റോറിനകത്ത് നമ്മൾ കണക്ട് ചെയ്യാനായിട്ടേ കൗണ്ടർ റെഡ്യൂസർ യൂസ് ചെയ്തായിരുന്നല്ലോ. ഈ കൗണ്ടർ റെഡ്യൂസർ എന്ന് പറയുന്നത് ആക്ച്വലി കൗണ്ടർ സ്ലൈസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റാ. നമ്മളിപ്പോ ഇവിടെ കൗണ്ടർ സ്ലൈസിൽ ഇവിടെ നിന്ന് കണ്ടോ, ആ കൗണ്ടർ സ്ലൈസ് റെഡ്യൂസർ എന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഇതിനെയാണ് നമ്മൾ മറ്റേടത്ത് വിളിക്കുന്നത്. അവിടെ വിളിച്ചിരിക്കുന്നത്, സ്റ്റോക്കിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത്. ഓക്കെ ഓക്കെ. സോ അവിടെ ഇപ്പോൾ ഞാൻ ബട്ടൺ ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. പി ടാഗിൽ ഞാനിങ്ങനെ എഴുതി സ്റ്റോക്ക്, എൻ്റെ വേരിയബിളായ സ്റ്റോക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടും. ഇപ്പം ഇത് റൺ ചെയ്തിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. റൺ ചെയ്തിട്ടില്ല. നമുക്ക് എവിടെ വേണ്ടത് ഈ സ്റ്റോക്ക് വിളിച്ചെടുത്താൽ മതിയോ? വിളിക്കാം. ഞാനിപ്പോൾ ഇത് npm റൺ something കൗണ്ടർ റെഡ്യൂസർ ഡോട്ട് കൗണ്ടർ സ്ലൈസ്. ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഞാനിവിടെ ഇവിടെ ഇട്ടിരിക്കുന്നത്
എവിടെയാണ് മിസ്റ്റേക്ക് കാണിച്ചിരിക്കുന്നത്? സ്റ്റോർ ഡോട്ടിൻ്റെ ഉള്ളിലാണ്. സ്റ്റോർ അത് മറ്റേ ഇതിന്റെ ഉള്ളിലേക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. ഒരു മിനിറ്റ്. ഇവിടെ അവർ പറയുന്നത് കൗണ്ടർ സ്ലൈസ് ബ്രാക്കറ്റ് ഇല്ല. ഓക്കെ, കൗണ്ടർ സ്ലൈസ് ഡിഫോൾട്ട് കൗണ്ടർ സ്ലൈസ് റെഡ്യൂസർ ആണ് നമ്മളും കൊടുത്തിരിക്കുന്നത്. റെഡ്യൂസർ ക്ലോസ് ചെയ്തു. കൗണ്ടർ സ്ലൈസ് എന്നുള്ള പേര്. ഇമ്പോർട്ട് കൗണ്ടർ ഡബിൾ ഡോട്ട് ഇല്ലാത്ത പ്രശ്നം വരുന്നു. കാരണം സ്റ്റോർ ഇരിക്കുന്ന ആപ്പ് എന്നുള്ള ഒരു ഫോൾഡറിലായിരുന്നു. അപ്പൊ അതിന്റെ പുറത്താണ് ആരെടുക്കുന്നത്? കൗണ്ടർ സ്ലൈസ് എടുക്കുന്നത്. അപ്പൊ 2 ഡോട്ട് വേണമായിരുന്നു. യെസ്, കണ്ടോ? ഇപ്പൊ ഞാൻ സ്റ്റോക്ക് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പം എനിക്ക് ടൈറ്റിൽ എന്ന് പറയുന്നതുണ്ട്. ടൈറ്റിൽ എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് യൂസ് സെലക്ടർ ആണ്. എനിക്ക് ഡാറ്റ ഫെച്ച് ചെയ്ത് ഇതാക്കണമെങ്കിൽ യൂസ് സെലക്ടർ ഉപയോഗിക്കാം. എന്നിട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ സ്റ്റോക്ക് ഈക്വൽ ടു യൂസ് സെലക്ടർ സെലക്ടർ കൊടുത്തു. then state arrow state dot counter dot stock. ഓക്കെ, ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വെൽക്കം ടു ഈ ഷോപ്പ് പ്രോഡക്റ്റ് സ്റ്റോക്ക് ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇത് സൂം ആണെങ്കിൽ കണ്ടോ സ്റ്റോക്ക് 5 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻക്രിമെന്റ് ചെയ്യുന്നതനുസരിച്ച് അവിടെ എനിക്ക് രണ്ട് കമ്പോണൻസ് ആണ്. ഞാൻ പ്രോപ്പർ വഴി അത് അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ആ കമ്പോണൻസിൽ എനിക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഗ്ലോബലായിട്ട്. അപ്പോൾ ഒരു നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, വലിയ പ്രൊജക്റ്റ് ആണ്. സോ കുറെ കമ്പോണൻസ് വരും, ഇഷ്ടംമാരെ കമ്പോണൻസ്. ഇപ്പൊ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് അങ്ങനെ വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇത് പല കമ്പോണന്റിലും ഡിസ്പ്ലേ ആകണം, അല്ലെങ്കിൽ ഇതേ ആക്ഷൻ തന്നെ വേറെ സ്ഥലത്ത് എനിക്ക് ആവശ്യം വരും. ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഇൻക്രിമെന്റ് ആകുന്നു, അത് ഓക്കെയാണ്. എനിക്കിപ്പോൾ ഇപ്പം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് കൊടുത്തു, പ്രോഡക്റ്റ്. ഓക്കെ, അതൊരു ഇതായിട്ടാണ് അറേ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റെഡ്യൂസറിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഒരു ഇത് കൊടുത്തു, സ്റ്റോക്ക് ഡിക്രിമെന്റ് ഇൻസെർട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ഇൻസെർട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സാധാരണ രീതിയിൽ ഒരു ആരോ ഫങ്ഷൻസ് ഞാൻ വിളിക്കുന്നു. ഇങ്ങനെ ഒരു ആരോ ഫംഗ്ഷൻ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതിൽ 2 പാരാമീറ്റേഴ്സ് വരും. ഒന്ന് നമ്മളുടെ വേരിയബിളിന് ഇതാക്കാൻ വേണ്ടി സ്റ്റേറ്റും, പിന്നെ പേലോഡ് എന്ന് പറയുന്നത്, സോറി ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് ഇത് വരും, ഇങ്ങനത്തെ ഇതാണ്. ആക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ അയക്കുന്ന ഫ്രണ്ട് എൻഡിൽ നിന്ന് അയക്കുന്ന അല്ലെങ്കിൽ യൂസർ അയക്കുന്നത്
പേലോഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് വഴി ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോപ്സ് ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ, പ്രോപ്സ് ഡോട്ട് ഇന്ന വാല്യൂ അല്ലെങ്കിൽ പ്രോപ്സ് ഡോട്ട് തീം, അതായത് ഒരു ഒബ്ജക്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പേര് വിളിക്കാം, പക്ഷെ എല്ലാം പോയി കിടക്കുന്നത് പ്രോപ്സ് എന്ന് പറയുന്ന ഒരു പേരിലായിരിക്കും. അപ്പൊ അതേപോലെയാണ് ഈ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്ഷൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ എനിക്ക് ഇതിലേക്ക് കൊടുക്കണം സ്റ്റേറ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഡോട്ട് പുഷ്, അതിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് വരുന്ന വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്യണം. ആക്ഷൻ ഇതിലേക്ക് വരും. അവിടെയാണ് മിസ്റ്റേക്ക്, കർലി ബ്രാക്കറ്റ് ഇവിടെ ഇട്ടു ഞാനിതിൽ. റെഡ്യൂസർ ഇവിടെ ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ചെയ്തു, ഇതിവിടെ ഓപ്പൺ, ഇത് ക്ലോസ്, ബട്ട് ഇവിടെ കോമ. ഇവിടെ നമുക്ക് കോമൺ ഇഷ്യൂസ് വന്നത് ഇവിടെയാണ്. പ്രോഡക്റ്റിന്റെ അവിടെ കോമ ഇട്ടപ്പോൾ റെഡി ആയില്ലായിരുന്നു. അതന്നെ കളയണം, പാസ്റ്റ് ഇതിലേക്ക് എടുക്കുക. യെസ്, ഇവിടെ നിന്നാണ് പറഞ്ഞത്. റെഡ്യൂസറിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇത് ഇവിടെ കോമ, ദെൻ പ്രോഡക്റ്റ് സ്റ്റേറ്റ് ആക്ഷൻ. കേട്ടില്ല? സ്റ്റേറ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഡോട്ട് പുഷ് ആക്ഷൻ ഡോട്ട് പേലോഡ് സെമിക്കോൺ. ഇനി ഈ ഇതിന് എക്സ്പോർട്ട് ചെയ്യണം. നമുക്കിപ്പോൾ രണ്ടാമത്തെ ഇതിലേക്ക് വന്നു. അപ്പോൾ സോ ഇൻസേർട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്തു. ഇനി ആപ്പിലാണ് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ, സോ ആപ്പില് നമുക്കിവിടെ സ്റ്റോക്ക് ഇൻക്രിമെന്റിന്റെ ഒപ്പം പ്രോഡക്റ്റ് ഇൻസേർട്ട് പ്രോഡക്റ്റ് വിളിക്കുക. ഇപ്പം ബട്ടൺ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പിക്ചർ കൊടുക്കും. ദെൻ ഇവിടെ ഞാനൊരു ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. Then product name അങ്ങനെ കൊടുത്തു. ഇതിനു വേണ്ടി ഒരു യൂസ് സ്റ്റേറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇമ്പോർട്ട് use state from React. Okay, product name, set product name. Then ഇവിടെ on change
എന്തായിരുന്നു സെറ്റ് പ്രോഡക്റ്റ് നെയിം ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, നിങ്ങളുടെ വാല്യൂ കൊടുത്തായിരുന്നു, നമ്മളിവിടെ സ്റ്റോക്ക് എന്ത് കേട്ടില്ല? വാല്യൂ കൊടുത്തായിരുന്നു. ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്നാണ്, അതാണ് ഡൗട്ട്. അതല്ല അവിടെ മറ്റേടത്ത് വാല്യൂ കൊടുത്തു. അവ ഉദ്ദേശിച്ച നേരത്തെ നമ്മൾ സ്റ്റോക്ക് കൊടുത്തില്ല, അതുപോലെ അവിടെ വാല്യൂ കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചു. ആ സ്റ്റോക്കിനല്ലേ, അവിടെയോ? അവിടെ നമ്മൾ ഇതല്ലേ ഇപ്പൊ അരയായിട്ടല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണോ ഉദ്ദേശിച്ചത്? അതിൽ കൊടുക്കുന്ന വാല്യൂ ഇതിനകത്ത് സ്റ്റോർ ആവണ്ടേ? അവ ഉദ്ദേശം മറ്റേ സ്റ്റോക്ക് ഇൻക്രിമെന്റിനകത്ത് നമ്മള് സ്റ്റോക്ക് കൊടുത്തില്ലേ, ആ ആ ആ അതുപോലെ ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാ. ഇല്ല, ഇവിടെ നമ്മൾ ബ്ലാങ്ക് അരയാക്കിയാൽ മാറ്റിയിരിക്കുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് കൊടുക്കുന്നത് ബട്ടൺ വെക്കുമ്പോൾ ആക്ഷന്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് ആക്ഷന്റെ ഉള്ളിൽ നിന്ന് പേലോഡിലാണ് ആ ഡാറ്റ ഇരിക്കുന്നത്. ആ ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇതിലേക്ക് പുഷ് ചെയ്യാം, പ്രൊഡക്റ്റിലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഞാനിത് കമന്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബട്ടന്റെ കേസ് തന്നെ എടുക്കുക. ഒരു ബട്ടൺ, അതാണ് നമ്മളുടെ എന്ത് ചെയ്യുന്ന ഈ ഓൺ ക്ലിക്ക് ചെയ്യാനുണ്ട് ഉപയോഗിക്കുന്നത്. ഇതില് ഇപ്പൊ ഇത് കണ്ടോ, ഡിസ്പാച്ചില് എന്റെ ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്, എന്താണ് ഇൻസേർട്ട് പ്രോഡക്റ്റ് എന്നുള്ളത്. ഇതിന്റെ ഉള്ളിൽ എനിക്കിപ്പോ എന്താണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിടാം. അതായത് പ്രോഡക്റ്റ് നെയിം ആണെങ്കിൽ പ്രോഡക്റ്റ് നെയിം ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുന്നു, പ്രോഡക്റ്റ് 1 എന്ന് പറഞ്ഞു കൊടുത്തു, കോമ പ്രൈസ് വേണമെങ്കിൽ അങ്ങനെ പ്രൈസിന്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. കാരണം ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നേരെ അറയിലേക്ക് പുഷ് ചെയ്ത് കയറുന്ന, അപ്പൊ അടുത്ത് വരുമ്പോൾ അടുത്ത പുഷ്, അപ്പോൾ 2 ഡയമെൻഷണൽ അറയിലേക്ക് അത് പോകും. ഓക്കെ, അപ്പൊ ഇതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ബോക്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് നെയിമിന് പകരം നമുക്ക് ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന ഡാറ്റ അങ്ങോട്ടേക്ക് സ്റ്റോർ ആവും. അതേപോലെ തന്നെ ഇവിടെ സ്റ്റോക്ക് വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് പ്രോഡക്റ്റ് വിളിച്ചെടുക്കാം. പുഷ് ചെയ്ത പ്രോഡക്റ്റ്. ഓക്കെ, പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു യൂസ് സെലക്ടർ സ്റ്റേറ്റ് കൗണ്ടർ പ്രോഡക്ട്സ്. ഓക്കെ, ഇവിടെ വിളിക്കാം. അപ്പം എനിക്ക് ആ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണണമെങ്കിൽ നമ്മളെ മാപ്പ് ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൽ മതി, ഉപയോഗിച്ചെടുത്താൽ മതി. ഇഫ് പ്രോഡക്റ്റിന്റെ ലെങ്ത് ചെക്ക് ചെയ്തിട്ട് ലെങ്ത് ചെക്ക് കൂടുതലാണെങ്കിൽ ലെങ്ത് 0ൽ കൂടുതലാണെങ്കിൽ മാത്രം നമുക്ക് എന്താണ് ഈ പറയുന്ന ഇതിലേക്ക് ഇടാം. രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു UL ടാഗ് കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാം, പ്രോഡക്ട്സ് ഡോട്ട് മാപ്പ് വിളിക്കുക, എൻ്റെ ഫങ്ഷൻ പ്രോഡക്ട്സ് കോമ ഇൻഡെക്സ് ആരോ ഫങ്ഷനിൽ റിട്ടേൺ li കീ എപ്പോഴും കൊടുക്കണം, അതിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ എനിക്ക് പ്രൊഡക്റ്റ് നെയിമാണ് ഞാൻ കൊടുത്തെങ്കിൽ പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈസ് ഉണ്ടെങ്കിൽ പ്രൈസ് നമുക്ക് ഇപ്പൊ നമ്മൾ അതിലേക്ക് പ്രൈസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോ പ്രൈസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഹാഷ് ആംബർസൈൻ ഇത് ഹൈഫൺ ആണ്. ഇത് നമ്മൾ HTML എന്തോ അല്ല ഈ നമ്മളെ ഇതിലാണ് ഇന്ത്യൻ പ്രൈസ്
ഇന്ത്യൻ ആ ആ ഓ സിമ്പിൾ, ഓ ആ. റുപ്പീസ് ഓ സിമ്പിൾ, മനസ്സിലായി. അതിനു വേണ്ടിയാ HTML എൻടൈറ്റി എന്ന് പറയുന്നതിന്. ആ മനസ്സിലായി. ഓക്കെ. ഞാൻ അവിടെ നേരിട്ട് ടൈപ്പ് ചെയ്യാറ്, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്. കോപ്പി പേസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്ന കുറച്ചും കൂടി നല്ലത്. ഇതില് ക്ലിക്ക് ചെയ്തപ്പോ കണ്ടോ നമുക്കിതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്റ്റീവ് ആവില്ല. ജാവാസ്ക്രിപ്റ്റിന്റെ ഇതാണ് ആഹാ. ഒരു കോളി ബ്രാക്കറ്റിൽ, പക്ഷെ നോക്കാം. തൽക്കാലം ഇപ്പൊ RS ഇടാം. ഓക്കെ, ഇപ്പൊ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കണ്ടോ പ്രോഡക്റ്റ് 1 റുപ്പീസ് 100. ഇപ്പൊ ഓരോ വട്ടം ഇൻസേർട്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂസ് ആണ് കയറി പോകണം, കാരണം ഡിഫോൾട്ട് ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉം. അതാണ് സംഭവിക്കുന്നത്. അപ്പം എനിക്ക് ആ ടെക്സ്റ്റ് ബോക്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ടാർഗറ്റ് ചെയ്യുന്നത് നേരെ എങ്ങോട്ടാണ്? ഈ യൂസ് സ്റ്റേറ്റിലേക്ക് ആവണം. പ്രൊഡക്റ്റ് നെയിം എന്ന് പറയുന്നത് ഇതിലേക്കാണ്. ഉം. ഇപ്പൊ ഇവിടെ ഡബിൾ കോഴ്സിന്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് 1 പകരം പ്രോഡക്ട്സ് എന്നാണ് അതിന്റെ പേര്, പ്രൊഡക്റ്റ് നെയിം. ഓക്കെ, പ്രൊഡക്റ്റ് നെയിം എന്നാണ് ആ യൂസ് സ്റ്റേറ്റിന്റെ പേര്. സോ അത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ പ്രൊഡക്റ്റ് നെയിമിലേക്ക് പോവുകയും അത് നേരെ എൻ്റെ റിഡക്സിന്റെ ഉള്ളിൽ സ്റ്റോറിലേക്ക് പോവുകയും പ്രൈസിന് ഇതേപോലെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് കൊടുത്താൽ പ്രൈസിന്റെ വാല്യൂ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആവും. അത് വേണ്ടല്ലേ, കളഞ്ഞാലും കേട്ടില്ല? പ്രൈസ് കളയാനും. പ്രൈസ് വേണ്ടെങ്കിൽ പ്രൈസ് കളയാം, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്രൈസ് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കളയാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ ഇത് കൊടുക്കും, വെജ് എന്ന് പറഞ്ഞ അപ്പം ഞാൻ കൊടുക്കുന്ന അനുസരിച്ച് നമുക്കിപ്പോൾ വെജ് 2 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്താൽ വെജ് 2 കയറി വരും, വെജ് 3 എന്ന് പറഞ്ഞ് കൊടുത്താൽ വെജ് 3 കയറി വരും. കണ്ടില്ലേ? ഇതാണ്. അപ്പൊ ഈ ഒരു ആഡ് ചെയ്യാനുള്ള ഫങ്ഷൻ എനിക്കിനി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഇതിൽ, ഇപ്പൊ ടൈറ്റിലിൽ എനിക്ക് വേണമെങ്കിൽ ബട്ടൺ കൊടുക്കാം, ഇതിലേക്ക് ഡിസ്പ്ലേ ആക്കാൻ വേണ്ടി ഇവിടെ മാത്രം കൊടുക്കാം, അങ്ങനെ ഏത് വേണമെങ്കിൽ വേറൊരു കമ്പോണന്റിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയും ഈ ഇവിടെ നമുക്കത് ഡിസ്പ്ലേ ആക്കുകയും അങ്ങനെ പല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്ലോബലാണ്. എനിക്ക് ഈ ആപ്പിന്റെ ഉള്ളിൽ വരുന്ന ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടോ ആ കമ്പോണൻസിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ഇതിനെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു 2 തരത്തിലേ ഉള്ളൂ. അതായത് കൗണ്ടർ സ്ലൈസിൽ നമുക്ക് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്യാം. പുറത്തുനിന്ന് ഒരു വാല്യൂ വരണമെങ്കിൽ നമുക്ക് 2 പാരാമീറ്റേഴ്സ് വരും. ഒന്ന് സ്റ്റേറ്റ്, നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റും, രണ്ടാമത്തെ ആക്ഷനും ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാൽ കൃത്യമായിട്ട് ഇത് കിട്ടുള്ളൂ. ആക്ഷനിൽ ഞാൻ ആക്ഷൻ ഡോട്ട് പേലോഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആക്ഷൻ ഡോട്ട് പേലോഡ് കൊടുക്കുമ്പോൾ ഞാൻ എന്താണ് ഫംഗ്ഷനിലേക്ക് അയക്കുന്നത് അത് എനിക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ബട്ടണിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻസേർട്ട് പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റിനെയാണ് അയച്ചത്. സോ അത് എവിടെ പോയി സ്റ്റോർ ചെയ്തിട്ടുണ്ട്? ആക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ പ്ലേലോഡിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആക്ഷൻ ഡോട്ട് പ്ലേലോഡ് എന്നുള്ള കീ വിളിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എനിക്ക് അവിടെ കിട്ടും. അതിനെ ഞാൻ ഒരു അറയിലേക്ക് പുഷ് ചെയ്യുന്നു, സാധാരണ നമ്മൾ ചെയ്യുന്നുള്ള അറയിലേക്ക് പുഷ് ചെയ്തിടുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് അയക്കുക, അതിലേക്ക് അയക്കുക, അത് നേരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പം അഡീഷൻ ചെയ്യാനുള്ള പ്രോഗ്രാം, അതിൽ 1ഉം 2ഉം 2 വാല്യൂസ് അല്ലെങ്കിൽ ഒരു അറേ സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് വാല്യൂസ് സെൻഡ് ചെയ്യാം. എന്നിട്ട് അതിനെ എന്താണ് ലൂപ്പ് വഴി നമ്മൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ പ്രോഗ്രാം ലോജിക്കാണ്. നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാം ലോജിക്ക് ചെയ്യുന്നത് അത് രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, എങ്ങനെ നമുക്ക് റെഡ്യൂസറിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് ആ റെഡ്യൂസറിലെ ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു പാരാമീറ്റേഴ്സിനെ കൊണ്ടുവരാം. ഇത്ര നമ്മൾ നല്ല അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഫംഗ്ഷൻസിനെ എന്ത് ചെയ്യാം,
മാറ്റങ്ങൾ വരുത്താം. ഓക്കെ. ഇത് ഇത് നമ്മളൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ കുറേ ഉണ്ട് ഇതിന്റെ ഉള്ളിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ സെപ്പറേറ്റ് ഒരു ഡെവലപ്പിംഗ് സെക്ഷൻ ടീം തന്നെയുണ്ട്. കമ്പനീസിന്റെ ഉള്ളിൽ തന്നെ റിഡക്സ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അതിന്റെ ജോബ് ഇതില്ല. ഫോറിനിലൊക്കെ ചില ഇതിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2-3 ഇതില് റിഡക്സ് ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഉള്ളിൽ തന്നെ കുറെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. റിഡക്സ് എന്ന് പറയുന്നതാണ് ഇപ്പൊ റിഡക്സിനെ സഹായിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് റിഡക്സ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഴയ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രഡീഷണൽ രീതി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സമയം കൊണ്ടാണ് നിങ്ങൾക്ക് ആ റിഡക്സ് ടൂൾ കിറ്റ് കണക്ട് ചെയ്ത് കാണിച്ചത്. അതിൽ ഇൻക്രിമെന്റിന്റെ കാര്യവും അതേപോലെ പേലോഡിന്റെയും കാണിച്ചത്. പക്ഷെ ആക്ച്വലി ശരിക്കുള്ള റിഡക്സ് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് തുടങ്ങുന്ന റിഡക്സ് ആണെങ്കിൽ ഞാൻ ഏകദേശം 1 മണിക്കൂർ തന്നെ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ എനിക്ക് സമയം എടുക്കും. അത്രയും ഫോൾഡേഴ്സും ഫയലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇത് നോക്കിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സാറിന് ഷെയർ ചെയ്തേക്കണം. അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതും കൂടി നോക്കാം, ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.